ഹലോ, ഞങ്ങളിന്നൊരു യാത്ര പോകാൻ പോവാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാളും കൂടിയുണ്ട്, കുട്ടുചേട്ടൻ. ഞങ്ങൾ ബോബേട്ടൻ എന്ന് വിളിക്കുന്ന കിരൺ അല്ലെങ്കിൽ കുട്ടുചേട്ടൻ. ബോബേട്ടൻ്റെ സ്ഥലം കണ്ണൂരാണ്. ഈ ഒരു യാത്ര പോകാനായിട്ട് ആളിവിടെ എറണാകുളത്ത് വന്നതാണ്. അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ റെഡി, വണ്ടിയും റെഡി. അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളിന്ന് പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നൊരു യാത്രയാണിത്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട്, മോഡൽ രാജിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങൾ മൂവാറ്റുപുഴ നീരിമംഗൽ റോഡിൽ കയറി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തി. ഞാൻ പൊതുവേ ചായ കുടിക്കൽ കുറവാണ്, എനിക്കിത് ഇതാണ് ഇഷ്ടം, കപ്പലണ്ടി മിഠായി. അങ്ങനെ കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞു തന്നിട്ട് കാടൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ യാത്ര തുടങ്ങി. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം ഫോറസ്റ്റ് ഏരിയയാണ്. വണ്ണപ്പുറ റൂട്ടിലൂടെയാണ് ഞങ്ങൾ ഇടുക്കി കയറാൻ പോകുന്നത്. അങ്ങനെ വണ്ടി ഓടിച്ച് ഞങ്ങൾ കമ്പകക്കാനത്തെത്തി. എനിക്ക് പേഴ്സണലി ഈ റൂട്ടിലൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വണ്ടി ഓടിച്ച് വണ്ണപ്പുറം ചെറിയൊരു എയർപിന്നുള്ള സ്ഥലത്ത് ഒരു ടേണിങ്ങിൻ്റെ അവിടെ ചെറിയൊരു കടയുണ്ട്. അവിടെ കയറി ചായ കുടിക്കാൻ പിന്നെയും വണ്ടി നിർത്തി. മഴയുള്ളപ്പോഴും മഞ്ഞുള്ളപ്പോഴും ഈ വഴി പോയിട്ടുള്ളവർക്കറിയാം ഈ വഴി കൂടെ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾ വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. ഞാൻ മുമ്പ് വണ്ടി വഴി പോയിട്ടുണ്ട്. അന്ന് ഇവിടെ നല്ല മഞ്ഞും തണുപ്പൊക്കെ ആയിരുന്നു. ഇന്ന് നല്ല ഡ്രൈ ആണ്, നല്ല ചൂടുണ്ട് അത്യാവശ്യം. പിന്നെ ഇവിടുന്ന് ഒരു കുറച്ച് കിലോമീറ്റർ ഉണ്ട്. ഇടുക്കിയിൽ മയിലാടുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുണ്ട്, നെടുങ്കണ്ടം അടുത്ത്. ആൾക്കവിടെ ചെറിയ കൃഷി പരിപാടിയൊക്കെ ഉണ്ട്, ഏലത്തോട്ടമൊക്കെ. എന്തായാലും പോയി നോക്കാം, അവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ കട. ഞാൻ ഇതുവഴി പോകുമ്പോഴൊക്കെ ഇവിടെ കയറി ചായ കുടിക്കാറുണ്ട്. പിന്നെ ഇവിടെ ഓമന എന്ന് പറഞ്ഞ ചേച്ചിയുടെ കടയാണിത്. ചേച്ചി വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ട്. ഇതുവഴി പോകുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആരെ വീട്ടിൽ പോയിരുന്നതാ? ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? അത് ശരി. വീട്ടിൽ പോയിരിക്കാൻ പോവാണോ? കടയെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കാൻ പോവാണോ? വൈകുന്നേരത്തേക്കാ? അപ്പൊ ശരി, അടുത്ത ട്രിപ്പിന് കാണാം. അങ്ങനെ ഓമന ചേച്ചിക്ക് ഒരു ടാറ്റ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ സെയിം റൂട്ടിലൂടെ 2 മാസം മുമ്പ് രാത്രിയിൽ കണ്ണ് പോലും കാണാണ്ട് തിരിച്ചിറങ്ങി വന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു. അത്രയ്ക്ക് മഴയും മഞ്ഞുമായിരുന്നു അന്നൊക്കെ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ എത്രത്തോളം ഡേഞ്ചർ ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് വണ്ടി ഓടിച്ച് ചെറുതും വലുതുമായ ഓരോ സിറ്റികളിലൂടെ കടന്ന് ഞങ്ങൾ പനംകുട്ടി പവർ ഹൗസ് റോഡിൻ്റെ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. കുറച്ച് നേരം അവിടെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. വേനൽക്കാലം ആയതിനാൽ അവിടെ വെള്ളമൊക്കെ കുറവാണ്. പിന്നെ ഡാം തുറക്കേണ്ട ആവശ്യം വരുന്നില്ല. മഴക്കാല സമയത്ത് ഡാമൊക്കെ തുറക്കുന്ന സമയത്ത് ആ പാലത്തിൻ്റെ ഹൈറ്റിൽ വരെ വെള്ളം വരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ വന്ന ബോബേട്ടൻ്റെ സ്കൂൾ ലൈഫൊക്കെ ഇടുക്കിയിലായിരുന്നു. കാരണം ആളുടെ ഫാദർ പണ്ട് ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞു നിന്ന് ആ സ്ഥലത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നിട്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങി. കമ്പിളികണ്ടം വഴിയാണ് ഞങ്ങളുടെ യാത്ര. ഇനി ഉടുമ്പൻചോല മയിലാടുംപാറ നെടുങ്കണ്ടം പോകാൻ ഇതൊരു ഷോർട്ട് കട്ട് വഴി കൂടിയാണ്. ഈ ഒരു സ്ഥലത്ത് കൂടെ മഴക്കാലത്ത് പോയിട്ടുള്ളവർക്കറിയാം ഈ പാലത്തിൻ്റെ ലെവലിൽ കൂടെ വെള്ളം ഒഴുകാറുണ്ട്. ഇവിടെ കാണുന്ന ഈ പാറയൊന്നും നമുക്കൊന്ന് കാണാൻ പറ്റില്ല. ഏകദേശം ഈ മിക്ക പ്രദേശങ്ങളും വെള്ളം കൊണ്ട് മൂടിയിട്ടുണ്ടാവും. അങ്ങനെ പാലം ക്രോസ് ചെയ്ത് ഞങ്ങൾ കമ്പിളികണ്ടത്തെത്തി. എനിക്ക് പേഴ്സണലി ബൈക്ക് റൈഡ് പോകാൻ വളരെ ഇഷ്ടമുള്ള റൂട്ടാണിത്. മഴ സമയത്ത് വന്നാലും വേനൽ സമയത്ത് വന്നാലും ഒരു പ്രത്യേക ഭംഗിയാണ് ഈ റൂട്ടിനൊക്കെ. ഈ കാണുന്ന നല്ല വഴിക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾക്ക് സേഫായിട്ട് എത്താൻ പറ്റും. പിന്നെ എന്തിനും ഒരു അഡ്വഞ്ചർ വേണമെന്ന് പറയുന്ന പോലെ ഞങ്ങൾ കുറച്ചൊന്ന് ഓഫ് റോഡ് പിടിക്കാൻ വേണ്ടി പോയി. ഇനി ഞങ്ങളുടെ യാത്ര കുറച്ചേറെ ഈ ഏലത്തോട്ടത്തിൻ്റെ നടുക്കൂടെയായിരിക്കും. ഈ തോട്ടത്തിലേക്കുള്ള ചെറിയ ട്രക്കുകളും ജീപ്പുകളും ഒക്കെ വരുന്ന വഴിയാണിത്. മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ കാണാത്ത പല കാഴ്ചകളും വില്ലേജുകളും നമുക്കിവിടെ കാണാം. ഇടയ്ക്ക് നമുക്കവിടെ വണ്ടി നിർത്തണം തോന്നും. പക്ഷേ അവിടെ താമസിക്കുന്നവരെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് നമ്മളെവിടെ നിർത്തിയില്ല. നമ്മൾ നേരെ മോഡൽ രാജിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെയാണോ പറഞ്ഞത്? അല്ലല്ല, ഇവിടെ എത്തിയിട്ട് മനസ്സിലായെന്ന് അറിയുന്നില്ല. ഇന്നെന്നെ പെണ്ണാളാൻ വന്നല്ലേ? അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. മോഡൽ രാജിനെ കാണുകയും ചെയ്തു. ഇനിയുള്ള വിശേഷങ്ങൾ നിങ്ങൾ എന്തായാലും കാണണം. ഇവിടെ മോഡൽ രാജിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഒന്ന് കാണണം, അവരോടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യണം. പിന്നെ ഈ തോട്ടത്തിൽ കൂടെ നടക്കണം. അതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ കാര്യങ്ങളൊക്കെ. ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എന്തായാലും ഒരു മരത്തക്കാളിയും പറിച്ച് നിന്ന് പരിപാടി ഓണാക്കി. ബാക്കി വിശേഷങ്ങളൊക്കെ വരുന്ന വീഡിയോസിൽ കാണാം. എന്തായാലും ഒരു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ബാക്കി വീഡിയോസായിട്ട് ഞാൻ പുറകെ വരാം.